2025 മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ കലിപ്പൻ്റെ കഥ. നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു ചേട്ടൻ്റെയും നാട്ടുകാരെ മൂഞ്ചിച്ച് ജീവിക്കുന്ന ഒരു അനിയൻ്റെയും ഒരപരാധ കഥ. അത് വല്ലാത്തൊരു വെറുപ്പീരാണ്. നമ്മുടെ നായകൻ കട്ട കലിപ്പനാണ്. കലിപ്പൻ എന്നൊക്കെ പറഞ്ഞ ഇജ്ജാതി കുണ്ടിത പാവങ്ങളൊക്കെ മുഖത്ത് വരുത്തി കാണിക്കുന്നൊരു അപരാധൻ. നമ്മുടെ നായകൻ വെറും ഒരു കലിപ്പൻ മാത്രമല്ല ഗൈസ്, സർവോപരി ഒരു റീലോളിയും എഡിറ്റിംഗ് സിംഹവുമാണ്. പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ ഒരു പ്രതിയെ പിടിക്കാൻ ഓടി തട്ടിമറിഞ്ഞ് വീഴുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഇവൻ അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പുള്ളി അങ്ങ് എയറിലാക്കും. അന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ബിൻഡോ എന്ന ട്രോളന്റെ വളർച്ചയും SI സുറയുടെ ജനനവും. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ നായകൻ ഒരു ട്രിപ്പ് പോകുന്നത്. കയ്യിലഞ്ചിൻ്റെ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ബിൻഡോയുടെ ചേട്ടൻ വന്നിട്ട് പറയും, നീ എവിടേക്കാണോ പോണേ, അവിടെയൊക്കെ നല്ല പെണ്ണുങ്ങളുണ്ട്, വെറും കൈയോടെ പോയിട്ട് കാര്യമില്ല, ഇന്ന കുറച്ച് പൈസ പിടിച്ചോന്ന്. അത് കേൾക്കുമ്പോഴേ നമ്മുടെ നായകന് സന്തോഷമാകും. ഇങ്ങനെ ആ പൈസ കിട്ടിയ പാടേ പെണ്ണ് പിടിക്കാനായി കൂർഗിലേക്ക് ഒരു ട്രിപ്പ് അങ്ങ് പോവുകയാണ്. കൂടെ ഈ ബദൂരിയുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും അവിടെ ഒരു കച്ചറ ഉണ്ടാകുന്നത്. അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൈറ്റാൻ്റെ മുറം വന്ന് നമ്മുടെ നായകനെ ഒന്ന് തട്ടും. എടാ 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 അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഓവർ എക്സ്പ്രഷൻ ഇട്ട് തൂറി മെഴുകുമടാ. ഓ കഴിഞ്ഞു. എന്തിനാട്ടോ കുഞ്ചാക്കോവന്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്നു? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ട്രോളാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവും ആ കോൾ വരുന്നത്. കോളിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇതിന്റെ ഇവനെ ഒന്ന് നോക്കി വെച്ചേക്ക്. ഇവനാണ് നമ്മുടെ പടത്തിലെ മൊണ്ണൻ വില്ലൻ. തേനീച്ചയെ വരെ ഷോട്ട് ഗണ്ണിട്ട് വെടിവെച്ച് കൊല്ലാൻ കഴിവുള്ളവൻ. 6 അടി നീളം, കടുവയുടെ ശരീരം, അരണയുടെ ബുദ്ധി, കോഴിയുടെ സ്വഭാവം. സർവോപരി പടത്തിന് പറ്റിയ ഒരു മൊണ്ണ വില്ലൻ വേറെ എവിടെ കിട്ടാനാണ്? ഭയങ്കരമായ ആള്. ബിൻഡോയുടെ ചേട്ടനെ കാണാനില്ലത്രേ. അപ്പൊ തന്നെ ബിൻഡോ കൊച്ചിയിലേക്ക് ചേട്ടനെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇവരുടെ സ്നേഹബന്ധത്തെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ ഒരുത്തനൊഴിക്കും മറ്റവൻ കൊടയും എന്നൊരു രീതിയിലാണ്. അന്നംപാസം അങ്ങ് നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. അങ്ങനെ ബിൻഡോ കൊച്ചിയിലെത്തി ഇവിടെ ചേട്ടൻ്റെ കൂട്ടുകാരനെ കാണുന്നു. അതാണ് നമ്മൾ അർജുനേട്ടൻ. അങ്ങനെ അർജുനേട്ടൻ വഴി കാര്യങ്ങളൊക്കെ ബിൻഡോ അറിയുകയാണ്. ഷിൻഡോയ്ക്ക് ഒരു തീപ്പ് കിട്ടി. അതിൻ്റെ വിഷമത്തിലാണ് ഷിൻഡോ നാട് വിട്ടതെന്നാണ് അർജുൻ ചേട്ടൻ പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ആ തേച്ച പെണ്ണിനെ കാണാൻ പോവും. അതാണ് നമ്മുടെ നമ്പ്യാരുണ്ണി. ആളൊരു ദന്തൽ ഡോക്ടറാണ്. അങ്ങനെ ആദ്യം മാത്യു കയറി ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. അതും കേട്ട് അവനിങ്ങ് തിരിച്ചു പോരും. 3 കൊല്ലം 2 കൊല്ലം റൂട്ട് കനാൽ, ഇനി പറഞ്ഞ എക്സ്റേ എടുത്ത് നോക്കണം. പിന്നീടാണ് ഈ മൊണ്ണയ്ക്ക് ബോധോദയം ഉണ്ടാകുന്ന ഇത് ചോദിക്കാനല്ല വന്നതെന്ന്. പിന്നെ ഇവർ 2 പേരോടെ കയറി ചോദിക്കും. ഷിൻഡോയുടെ അനിയനാണെന്ന് പറയുമ്പോഴേ ഇവളൊരു മരിച്ച് കിത്താൻ കുരിശ് കണ്ട പോലെയാണ് ഈ ചെക്കനെ നോക്കുന്നത്. ആശാനെ, അടുത്ത പാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റിയ പെണ്ണ. ദാരികനായിട്ട് ഇവനും കറക്റ്റാ. നിനക്ക് ടൂറാണ് മുടലുണ്ടോ? സാധാരണ ഞങ്ങൾക്ക് മുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. അത് പോരാഞ്ഞിട്ട് ഇവന്റെ വക ഓരോ കുണ്ടാമണ്ടിത്തരങ്ങളും. ഇവനോടൊന്ന് ആംഗ്രി ആവാൻ പറയുമ്പോൾ ഇവരിടുന്ന എക്സ്പ്രഷൻ ഒരുമാതിരി ഐസ്ക്രീമിനകത്ത് മീൻചാറ് ഒഴിച്ച് കഴിച്ച പോലെയാണ്. നീ കലിപ്പന്മാരുടെ 2 റീൽസ് കണ്ട തീരാനുള്ള പ്രശ്നമേ ഉള്ളായിരുന്നു. ആ ബെസ്റ്റ് പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തിപ്പട്ട സൂപ്പറാടാ മോനെ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇനി കഥയിലേക്ക്. അങ്ങനെ ഡോക്ടറുടെ വായി കയറി ഇറങ്ങാൻ പറ്റില്ലെന്ന് കണ്ട ബിൻഡോ പുറത്തിറങ്ങി അർജുനെ അങ്ങ് വെറുപ്പിക്കും. ഇവനെന്താ വയ്യേ ഒന്ന് ദേഷ്യപ്പെടാൻ പറയുന്നതിന് എന്തിനാണ് ഈ കുണ്ടാമണ്ടിത്തരവും കുൽസിത ഭാവവും ഒക്കെ മുഖത്ത് വരുന്നത്? ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഇവനിത് ഓവറാക്കും. അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാതെ ബിൻഡോ ഒരു ഹാക്കറെ ഇറക്കുകയാണ്. സംഭവം ബിൻഡോയുടെ അപരാധം വെറുപ്പിക്കലൊക്കെ കണ്ട് മടുത്തിരുന്നപ്പോഴാണ് ഈ മുതലിന്റെ വരവ്. ഇവന്റെ ഫലിതങ്ങളൊക്കെ ഏറെക്കുറെ ഏൽക്കുന്നുണ്ടായിരുന്നു. രസികനാണല്ലേ. അങ്ങനെ ഹാക്കർ വന്ന് ഷിൻഡോയുടെ ഫോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. അത് മറ്റെവിടെയുമല്ല, അർജുനേട്ടന്റെ റൂമില്. അപ്പൊ തുടങ്ങി ഇവന്റെ ഒരു പെട. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. അതിന്റെ നടുവിലേക്ക് ദണ്ഡിവളം കയറി വരും. അങ്ങനെ ഷിൻഡോയെ തപ്പിയുള്ള ഇവരുടെ അടുത്ത യാത്ര ബാബുബായുടെ അടുക്കലേക്കാണ്. ഈ പടത്തിലെ ഡോങ്ലി. പോകുന്ന വഴിക്ക് ഇവരുടെ 1-2 കോമഡി സീനൊക്കെ ഉണ്ട്. ചിരിച്ച് മായി. ചേച്ചിക്ക് വേണ്ടി ഓയിലെക്സിലിട്ടൂടെ? ഡോക്ടറെ വേണ്ടി ആയതുകൊണ്ട് നല്ല റീസെയിൽ വാല്യൂ ആയിരിക്കും. ഞാനങ്ങനെ പോവും. എന്നിട്ട് ചേച്ചി ഊബറും വിളിച്ചുവോ?
ആവശ്യത്തിന് ചിരിച്ചില്ലേ എല്ലാവരും? പലർക്കും ഇവൻ്റെ ഈ ഓവർ ആക്ടിങ് അത്ര പിടിച്ചില്ല. പക്ഷേ ഇതിനെ നെഞ്ചോട് ചേർത്തൊരാളുണ്ട്. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. അയാളുടെ മനസ്സിനെ ഈ ആക്ടിങ് വല്ലാതെ പിടിച്ച് കുലുക്കിയെന്നാണ് അയാൾ പറഞ്ഞത്. എക്സ്പീരിയൻസ്. അതായത് അങ്ങനെയുള്ളൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് വലിയൊരു തിയേറ്ററിൽ, കിങ് സൈസ് തിയേറ്ററിൽ ഇരുന്നിട്ട് യച്ചാതി എൻജോയ്മെൻ്റ് ആയിരുന്നു അറിയാം. എന്ത് ഈ ഊളത്തരങ്ങളാ ഡേ, കണ്ണുകൊണ്ടൊന്നും അല്ലേടേ ഇതൊക്കെ കാണുന്നത്. ഇത് മികച്ചൊരു പടമാണെന്നും പറ്റുമെങ്കിൽ ഇതിലെ നായകനായ മാത്യുവിന് ഒരു ഓസ്കാറെങ്കിലും കൊടുക്കണമെന്നാണ് അണ്ണൻ പറയുന്നത്. ലൈഫിൽ 2 മണിക്കൂർ 18 മിനിറ്റ് എല്ലാം മറന്ന് ഇരുന്നങ്ങ് കണ്ട് അങ്ങോട്ട് ആസ്വദിച്ച് അന്നും പാഴ് ഇന്നും പപ്പാഴ് പരിപാടി ഞാൻ ലിറ്ററലി ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് റൊമാൻസ്. അതുപോലത്തെ ഒരു വൈബ് പടം. നീയാണല്ലോ കോടതി. സ്ക്രിപ്റ്റ് ഒന്നുമല്ല, സ്ക്രിപ്റ്റൊക്കെ ഒന്നുമില്ല. പിന്നെ താൻ എന്തോ മാങ്ങാത്തൊലിയാണോ അതിനകത്ത് നോക്കിയത്? പിന്നെ എന്ത് ഗത പുഴുങ്ങിയത് കാണാനാണോ താനവിടെ പോയിരുന്നത്? അവിടെ ചെന്ന് ബാബുബായിയോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, നിങ്ങളിനി അവനെ അന്വേഷിക്കണ്ട, അവൻ ചത്തു, ഞാൻ അവനെ കൊന്നാക്കി. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. ഇത് കേട്ടത് നമ്മുടെ കലിപ്പം വെറുപ്പിക്കാൻ തുടങ്ങും. അയ്യോ ദാമോദാ. ഇടിക്കില്ല ഞാൻ. അതവന് കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു കുളിര് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുക്കൽ ഇവൻ്റെ മൂഞ്ചം പരിപാടിയൊന്നും നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഇവൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകും. അവിടെ ചെല്ലുമ്പോഴോ ഇവൻ പണി കൊടുത്ത് എയറിലാക്കിയ SI സുറയണ്ണനോട്ടിരിക്കുന്നു. ഇതിൻ്റെ കോപ്രായം കണ്ടപ്പോഴേ ഞാൻ ഓർത്താ നിനക്ക് ഇങ്ങനെ തന്നെ വേണം ഇവിടെ. ആ പോലീസുകാരന് ആദ്യ ദർശനത്തിൽ തന്നെ മനസ്സിലാവുന്നു ഇവനാണ് നമ്മളെ ഏറി കെട്ടിയ ആ മണുകുണാഞ്ചൻ. എന്നാൽ ഇവനിട്ടൊരു പണി കൊടുക്കാമെന്ന് വെച്ച് പുള്ളി ഇവനെ റൂമിലേക്ക് വിളിക്കുന്നു. ഏയ് അതിനല്ല, ആടിനെ പട്ടിയാക്കാന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഷിൻഡോ തിണ്ടിയെ ഇയാൾ പട്ടിയാക്കും. തനി നാട് അത് മതി. അങ്ങനെ തന്നെ നക്കി നക്കി തിന്നടാ. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. വാ തുറന്ന തെറിയുടെ പൂരാ. അങ്ങനെ ആ പോലീസുകാരൻ്റെ സഹായത്തോടെ ഷിൻഡോ കൂർഗിലുണ്ടെന്നറിഞ്ഞ് ഇവരെല്ലാവരും കൂടെ അവിടുത്തുകാരെ വെറുപ്പിക്കാൻ അങ്ങോട്ട് പോകും. പോകുന്ന വഴിക്ക് നമ്മുടെ ഹാക്കർ കണ്ടുപിടിക്കുകയാണ് ഇവളല്ലവനെ തേച്ചത് വേറൊരുത്തിയാണെന്ന്. അങ്ങനെ അവിടെ വീട്ടിലേക്കാവും യാത്ര. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാവും കാണുന്നത് ഷിൻഡോ ഒപ്പം ആ വീഡിയോ എടുത്തൊന്ന് നോക്കുമ്പോൾ ഷിൻഡോയെ തട്ടിക്കൊണ്ട് പോയ വിഷ്വലും ആ വീഡിയോയിലുണ്ടായിരുന്നു. എന്തൊരു ജാതി മനുഷ്യനടങ്ങി പോയി സ്വന്തം ചേട്ടനെ തട്ടിക്കൊണ്ട് പോകുന്ന വീഡിയോ കൈവച്ചിട്ട് നാട് മൊത്തം അന്വേഷിച്ച് നടക്കുക. ഇജ്ജാതി ഒരു മുതൽ. പോരാത്തതിന് അപസ്മാരം വന്ന് തുള്ളി കളിക്കുന്ന പോലുള്ള ഓരോ കളികളും. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴേക്കും ഈ ഡോക്ടർ പെണ്ണിനോട് ആ വില്ലൻ ചെറുക്കന് വല്ലാത്തൊരു ക്രഷ് അടിക്കുകയാണ്. അതങ്ങനെയാണല്ലോ, അതങ്ങനെ ആകണമല്ലോ, അല്ലേ കഥ മുന്നോട്ട് പോകത്തില്ലല്ലോ. അത് നടക്കട്ടെ. അങ്ങനെ അവിടുത്തെ ആ ബൊപ്പണ്ണ പെണ്ണിൻ്റെ കല്യാണമൊക്കെ ഒന്ന് കളറാക്കി ഒരു പാട്ടും കൂത്തും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ പെണ്ണ് ആവശ്യമില്ലാത്ത കുറേ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് ആ വില്ലൻ ചെറുക്കനെ ഒന്ന് കറക്കി എടുക്കുമ്പോഴേക്കും ഈ ബിൻഡോ വന്ന് അവൻ്റെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി ഹാക്ക് ചെയ്യും. ബിൻഡോ അതിനു മുമ്പ് കണ്ടു അത്രേ അവൻ്റെ ഫോണിൽ. അവന്റെ ഫോൺ ഞാൻ ക്ലോൺ ചെയ്യാം. ഏതായാലും എല്ലാവരും വെറുപ്പിക്കുമല്ലേ, എന്നാൽ പിന്നെ എൻ്റെ വകയിൽ ഇരിക്കട്ടെന്ന് വെച്ച് അർജുനേട്ടനെ അങ്ങ് വെറുപ്പിക്കും. സംഭവം അർജുനേട്ടൻ്റെ കിളി പോകുന്നതാണ്. ഒരു കഞ്ചാവ് ബ്രൗണി തിന്ന് ആശാൻ്റെ കിളികളങ്ങ് പറന്നു പോകും. പിന്നെ അവിടെ നടന്നത് വെറുപ്പീര് സംഭവം. അങ്ങനെ ഷിൻഡോ ഉള്ള ലൊക്കേഷനൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ ചെന്ന് ചേട്ടനെ രക്ഷിക്കും. അപ്പോഴേക്കും ദേ വരുന്ന അവധൂരികൾ. വില്ലന്മാരെ എല്ലാ കട CCTV ഉണ്ട്. ഇവൻ എന്ത് തേങ്ങയടി പറയുന്നേ? ನಿಂಗ ಮಳ್ಳಳ್ಳಿಕರ ಕೊಡಗಕ್ಕೆ ಕೃಷಿ ಮಾಡಕ್ ಒಪ್ಪಿರಾ, ಓದಕ್ ಒಪ್ಪಿರಾ, ಬಿಸ್ನೆಸ್ ಮಾಡಕ್ ಒಪ್ಪಿರಾ? ಬಡ ಲೋಟಲೆ ಸಾಡೆ ಅಂದರಿ ಬಾಗ್ರಾ ಮಾತಿ ಬನಾನಿ ಬೀಕುನಾನಿ ಅಂಜನೆ ಬಂದ್ರಾ. തൾ പോയേണ്ടിരുന്നു. അത് പിന്നീട് അവിടെ ഗത പൊട്ടണ ഒരു ഫൈറ്റാണ്. ക്യൂട്ട്നെസ് ഇട്ട് നടന്ന മഹിമ പോലും ഒരു വില്ലനെ കറങ്ങി തിരിഞ്ഞടിക്കും, അതും 360 ഡിഗ്രിയിൽ. അപ്പോഴേ വില്ലന്മാർക്ക് മനസ്സിലാവും ഇത് കൈപ്പണി കൊണ്ട് നിൽക്കില്ല, ടൂൾസ് എടുക്കണമെന്ന്. പിന്നീട് തോക്കിൻ്റെ മുൾമുനയിൽ ഇവരെല്ലാം നിർത്തുമ്പോഴാവും
അവിടെ ഒരു തേനീച്ചക്കൂട് കാണുന്നത്. അപ്പോഴേ ബിന്ദു ഒരു വാച്ച് എടുത്തെറിഞ്ഞ് തേനീച്ചകളെ തേനീച്ച ഡിറ്റക്ടറായി ഉപയോഗിച്ച് രക്ഷപ്പെടും. എന്നിട്ട് തേനീച്ചയുടെ കുത്തുകൊണ്ട് എല്ലാവരും കിടക്കുമ്പോൾ മലയാളം ഒരു ശകലം അറിയാത്തവനോട് അർജുനേട്ടൻ വന്ന് 2 മാസ് ഡയലോഗ് അങ്ങോട്ട് അടിക്കും. അങ്ങനെ ചേട്ടനെ കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും ചേട്ടൻ്റെ ചെള്ളം മുളിച്ച് 2-3 എണ്ണം കൊടുത്ത് പടം നിർത്തും. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ.